ആ വലിയ ഔദ്യോഗിക വസതിയുടെ അടുക്കളയിൽ സിദ്ദീഖ് തിരക്കിലായിരുന്നു. പുറത്ത് വലിയൊരു ആഘോഷം നടക്കുകയാണ്. പാത്രം കഴുകുന്നതിനിടയിലും ചായ തിളപ്പിക്കുന്നതിനിടയിലും സിദ്ദീഖിന്റെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അത് സന്തോഷത്തിന്റേതായിരുന്നു, അതിലുപരി അഭിമാനത്തിന്റേതു കൂടിയായിരുന്നു. വർഷങ്ങളോളം താൻ കണ്ട സ്വപ്നം ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നു. തന്റെ ഭാര്യ നഫ്ല ഇന്ന് ഈ ജില്ലയിലെ പുതിയ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആയി ചുമതലയേറ്റിയിരിക്കുന്നു. ആ സന്തോഷം പങ്കുവെക്കാൻ നഗരത്തിലെ വലിയ ഉദ്യോഗസ്ഥരും പ്രമുഖരും ആ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഒത്തുകൂടിയിട്ടുണ്ട്. തന്റെ പരുക്കൻ കൈകളിലേക്ക് സിദ്ദീഖ് ഒന്ന് നോക്കി. ആ കൈകളിൽ നിറയെ തയമ്പുകളുണ്ട്. കഠിനാധ്വാനം ചെയ്തതിന്റെ അടയാളങ്ങൾ. നഫ്ലയെ പഠിപ്പിക്കാൻ വേണ്ടി താൻ എത്ര രാത്രികൾ ഉറക്കമിളച്ച് പണിയെടുത്തു. അവൾക്ക് മികച്ച കോച്ചിങ് സെന്ററിൽ പഠിക്കാൻ വേണ്ടി തന്റെ തറവാട് സ്വത്ത് പോലും അവൻ വിൽക്കേണ്ടി വന്നതും സിദ്ദീഖ് ഒരു നിമിഷം ഓർത്തുപോയി. പക്ഷെ ഇന്ന് ആ കഷ്ടപ്പാടുകൾക്കെല്ലാം ഫലം കിട്ടിയിരിക്കുന്നു. അടുക്കള വാതിലിന് അരികിൽ നിന്ന് അവൻ പുറത്തേക്ക് നോക്കി. അവിടെ IAS-കാരും വലിയ ബിസിനസ്സുകാരും നഫ്ലക്ക് ചുറ്റുമിരുന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അവൾ ഇന്ന് പുതിയ വസ്ത്രങ്ങളിൽ തിളങ്ങുകയാണ്. പെട്ടെന്നാണ് അതിനിടയിൽ ഒരു വലിയ ഉദ്യോഗസ്ഥൻ അടുക്കളയിലേക്ക് നോക്കി ചോദിച്ചത്, മാഡം, ആ അടുക്കളയിൽ സാധാരണ വസ്ത്രം ധരിച്ച് പണിയെടുക്കുന്ന ആളാരാ? നിങ്ങളുടെ വല്ല ബന്ധവുമാണോ? ആ ചോദ്യം കേട്ടപ്പോൾ സിദ്ദീഖിന്റെ നെഞ്ചിടിപ്പ് കൂടി. അവന് സന്തോഷം തോന്നി. നഫ്ല ഇപ്പോൾ എല്ലാവരോടും തല ഉയർത്തി വിളിച്ചു പറയും, ഇതെന്റെ ഭർത്താവാണ്, ഇദ്ദേഹം പണിയെടുത്താണ് ഞാൻ ഇന്നീ നിലയിൽ നിൽക്കുന്നതെന്ന്. സിദ്ദീഖ് ഒരു ചെറിയ ചിരിയോടെ അവളുടെ മറുപടിക്കായി കാതോർത്തു. എന്നാൽ നഫ്ലയുടെ മറുപടി അവനെ തളർത്തിക്കളഞ്ഞു. നഫ്ല ആ ഉദ്യോഗസ്ഥനെ നോക്കി ഗർവോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, ഇയാളോ? അയാള് വെറും ഒരു കെയർടേക്കറാണ്. എന്റെ നാട്ടിലെ വിവരമില്ലാത്ത